ഹലോ, നമ്മൾ ചുമ്മാ ഒന്ന് പുറത്തിറങ്ങിയതാണ്. പിന്നെ നമ്മളതേ കറങ്ങി തിരിഞ്ഞ് ബീച്ചിലെത്തി. ഒട്ടും പ്ലാൻഡ് അല്ലാത്തോണ്ട് ജസ്റ്റ് കാല് നനക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ കേട്ടോ. കാരണം നമ്മുടെ കയ്യിൽ വേറെ ഡ്രസ്സൊന്നുമില്ല. ഇവിടെ ബീച്ചിന്റെ കളർ കണ്ടില്ലേ, ബ്ലൂ കളറാണ്, അല്ലെങ്കിൽ ബ്ലൂവിന്റെ ഷെയ്ഡ്സ് എന്ന് വേണമെങ്കിലും പറയാം. നമ്മുടെ നാട്ടിലൊന്നും ബീച്ചിന് ഈ കളർ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. വാട്ടറിന്റെ ക്വാളിറ്റി കൊണ്ട് തന്നെയാണ് കേട്ടോ അത് ഇങ്ങനെ ബ്ലൂ കളറായിട്ട് ഇരിക്കണേ. പിന്നെ അതിന്റെ ഒപ്പം നല്ല വെളിച്ചവും മണലിന്റെ വെളുത്ത നിറമൊക്കെ കൂടെ ചേരുമ്പോ വെള്ളത്തിന്റെ ഈ നീല നിറം നമുക്ക് നന്നായിട്ട് തെളിഞ്ഞു കാണും. പിന്നെ ഈ വെള്ളത്തിന്റെ അടിയിൽ എന്തോ ഒരു ടൈപ്പ് ഓഫ് ചെടി ഉണ്ട്. സോ അതിന്റെ ആ കളറും കൂടെയാണ് കേട്ടോ ഈ വെള്ളത്തിൽ കാണുന്നത്. ഒരു ഡാർക്ക് ഷെയ്ഡ് കാണാൻ പറ്റും. കുളിക്കുന്ന സമയത്ത് തണുത്ത വെള്ളം ദേഹത്ത് തൊട്ട കരയണ ആളാണ് കേട്ടോ ഈ കളിക്കുന്നത്. ഡാനിക്ക് എന്തായാലും സംഭവം ഇഷ്ടപ്പെട്ടു. നല്ല തണുപ്പായോണ്ട് തന്നെ നമ്മളെല്ലാവരും ഓരോ ചായ കുടിക്കാൻ കയറി. ചായ എന്ന് പറഞ്ഞു ചെന്നിട്ട് ഞാനും സൗമ്യ ഓർഡർ ചെയ്തത് ഹോട്ട് ചോക്ലേറ്റ്. പിന്നെ അവിടുന്ന് ഞങ്ങൾ 2 ബൺ മസ്ക് ഓർഡർ ചെയ്തു. ഇത് കാണാൻ തന്നെ ഇത്തിരി ഡിഫറെന്റ് ആയിരുന്നു. ചായ കപ്പിൾസ് ബൺ മസ്ക കൊടുന്നത് പിന്നെയാണ് കേട്ടോ ഞാൻ ആ പേര് തന്നെ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ബൺ മസ്കയുടെ ഒതന്റിക് ലുക്കും ടേസ്റ്റ് ഒക്കെ എന്താണെന്ന് തന്നെ എനിക്കറിയില്ല. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് പുറത്തുനിന്ന് ഒരു ബൺ മസ്ക കഴിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വന്നത് ഒരു സീ ഫുഡ് പ്ലാറ്റർ കഴിക്കാനായിരുന്നു. ആഹാ, കാണുമ്പോൾ തന്നെ എന്താ ഭംഗി. പ്രവീണും സൗമ്യൊക്കെ പുതിയ പുതിയ ഫുഡൊക്കെ ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. അങ്ങനെ അവർ സജസ്റ്റ് ചെയ്ത ഒരു സ്ഥലത്ത് നിന്നാണ് നമ്മൾ ഇന്ന് ഫിഷ് പ്ലേറ്റർ കഴിച്ചത്. എനിക്ക് പിന്നെ പൊതുവേ സീ ഫുഡ് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എഡ്വിനും ഇഷ്ടമായിട്ടോ. പിന്നെ അതിനുശേഷം നമ്മൾ അടുത്തുള്ള സിറ്റി സെന്ററിൽ പോയി. അവിടെ വെച്ചാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാവുന്ന ഒരു കാര്യം ഉണ്ടായത്. ഡാനി ആദ്യമായിട്ട് നടന്നു തുടങ്ങിയത് ഇന്ന. അവന്റെ ഫസ്റ്റ് സ്റ്റെപ്സ് ആണ് നിങ്ങൾ ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.